ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്നും ഞാനൊരു പുതിയ ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ സാംസങ്ങിൻ്റെ ഫോൺസും അതുപോലെ തന്നെ റിയൽമി ഫോൺസൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഓപ്പോൻ്റെ ഒരു പുതിയ ഫോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു മോഡലിൻ്റെ പേരാണ് ഓപ്പോ A31. ട്രിപ്പിൾ ക്യാമറയും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയും വരുന്ന ഒരു മിഡ് റേഞ്ച് ഫോണാണ് ഓപ്പോ A31 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. ഈ ഒരു മോഡലിനെ കുറിച്ച് തന്നെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ന്യൂസുകൾ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ള ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ, അതായത് ഈ ഒരു A31 എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ മറ്റ് ഫോൺസിന്, അതായത് A സീരീസിൽ വരുന്ന തന്നെ മറ്റ് സ്മാർട്ട് ഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6.5 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. Android 9 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇതിൽ പ്രോസസ്സർ പറയുകയാണെങ്കിൽ MediaTek MT6765V ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാ-കോർ പ്രോസസ്സറാണ്. GPU വരുന്നത് PowerVR GE8320 ആണ്. ഇതിൽ കാർഡ് സ്ലോട്ട് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ് വരുന്നത്. ഇന്റേണൽ മെമ്മറി ആകെ ഒരു വാരിയന്റിലേ വരുന്നുള്ളൂ, ഒരു മോഡലേ ഇറങ്ങുന്നുള്ളൂ. അതായത് 4GB റാമും 128GB ആയിട്ടുള്ള ആ ഒരു മോഡൽ മാത്രം. ക്യാമറ എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിലാണ്. ഇതിൽ മറ്റുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ നോൺ റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. 4230 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നത്. കളേഴ്സ് എന്ന് പറയുന്നത് 2 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഫാൻറ്റസി വൈറ്റും മിസ്റ്ററി ബ്ലാക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ പറഞ്ഞു തന്നു. നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ 13,000 ആണ് പറയുന്നത്. പക്ഷേ ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ, ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നും. കാരണം ഇതിലെ പ്രോസസ്സർ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ സ്നാപ്ഡ്രാഗൺ അല്ല വരുന്നത്, MediaTek ആണ് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ MediaTekന്റെ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ക്യാമറ നോക്കുന്ന സമയത്ത് 12 മെഗാ പിക്സലിലാണ് മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 13,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരുപാട് ഫോൺസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ക്വാഡ് ക്യാമറയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ മെയിൻ ക്യാമറ തന്നെ 48 വരുന്നുണ്ട്, അതുപോലെ 64 വരുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട്. പക്ഷേ ഈ ഒരു മോഡലിന് 12 മെഗാ പിക്സലിലേ വരുന്നുള്ളൂ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ 8 മെഗാ പിക്സൽ. നമ്മൾ മറ്റ് ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് എന്ന് തോന്നും. പക്ഷേ ഒരു 10,000 താഴെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയാണ് ഇറങ്ങുന്നത് എങ്കിൽ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫോൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളത് കൂടുതൽ റിവ്യൂസ് നോക്കിയിട്ട്, അത് യൂസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടെക് ന്യൂസ്, നല്ലൊരു ടെക് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.